So students, today's class will be on portfolio risk. Portfolio risk. I have already given an introduction on how risk is calculated on individual securities that you have already studied. For individual securities, risk, we make use of standard deviation, variance. Okay, and systematic risk can also be measured with the help of beta. Means we can just control with systematic risk with the help of beta, or calculating beta and finding out the relationship between the individual securities as well as the market risk. അത് തമ്മിലുള്ള ബന്ധമാണ് ബീറ്റ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ പോർട്ട്ഫോളിയോ റിസ്കിലേക്ക് വരുമ്പോൾ, പോർട്ട്ഫോളിയോ റിസ്ക്, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഡൂയിങ് പോർട്ട്ഫോളിയോ റിസ്ക് ഓഫ് two securities, or portfolio containing two securities. ഒരു പോർട്ട്ഫോളിയോയിൽ എത്രയുണ്ട്? 2 സെക്യൂരിറ്റീസ് ആണ് ഉള്ളത്. അങ്ങനെയാവുമ്പോൾ പോർട്ട്ഫോളിയോ റിസ്ക് എങ്ങനെ കാണണം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ഓർ ഫൈൻഡ് ഔട്ട് ദ ഇൻറ്ററാക്റ്റീവ് റിസ്ക്. ഓക്കെ, ഇൻറ്ററാക്റ്റീവ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഒന്നുകൂടി പറയാം. ഇൻറ്ററാക്റ്റീവ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോർട്ട്ഫോളിയോയിൽ എയും ബിയും ഉണ്ട്. എക്കും ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാവും, ബിക്കും ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ദിസ് കണ്ടെയ്ൻസ് ടോട്ടൽ പോർട്ട്ഫോളിയോ അല്ലേ, ഇതിൽ ടോട്ടൽ. അപ്പോൾ ഇതിനും ഒരു റിട്ടേണും ഉണ്ടാവും, ഈ രണ്ടെണ്ണത്തിനും റിട്ടേൺ ഉണ്ടാവും. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റോളുകൾ ഓവറോൾ പോർട്ട്ഫോളിയോയിൽ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് പോർട്ട്ഫോളിയോ റിസ്കിൽ പറയുന്നത്. സോ ഇൻഡിവിജ്വൽ റിസ്ക്സ്, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിക്ക് ഇൻഡിവിജ്വൽ റിസ്ക്കുമുണ്ട്, റിട്ടേണുമുണ്ട് അല്ലേ. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഓവറോൾ പോർട്ട്ഫോളിയോയിൽ എന്ത് പരിധി വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പഠിക്കുന്നതാണ് പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറഞ്ഞാൽ. So this will be the riskiness of each security within the context of the overall portfolio. Riskiness of each, how much the risk of one security contribute into the whole portfolio എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. We make use of two measures, covariance and correlation. Okay. Now what is this covariance എന്ന് പറഞ്ഞാൽ, സെക്യൂരിറ്റി എക്കും സെക്യൂരിറ്റി ബിക്കും റിട്ടേൺ ഉണ്ട്. ഇവർ തമ്മിൽ ഇവരുടെ റിലേഷൻ എങ്ങനെയാണ്? What is the relationship between these two, the returns of these two securities എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കോവേരിയൻസ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക? റിട്ടേൺ ഉണ്ടാവും, റിട്ടേണിൽ നിന്ന് നമ്മൾ ആവറേജ് റിട്ടേണും നമ്മൾ കുറയ്ക്കും അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ചിട്ട് നമുക്ക് എന്താണോ നമ്മൾ ഡീവിയേഷൻ എത്രത്തോളം ആക്ച്വൽ നമുക്ക് വാല്യൂ എത്രത്തോളം മീനിൽ നിന്ന് എത്ര ഡിഫറെൻ്റ് ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണല്ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ തന്നെ അതും നമ്മൾ എന്തെന്നാ ചെയ്യണേ? ഇൻഡിവിജ്വൽ റിട്ടേൺ അതിൻ്റെ മീനിൽ നിന്ന് എത്രത്തോളം വേരി ചെയ്യണു, എക്ക് ഇൻഡിവിജ്വൽ റിട്ടേണിൽ നിന്ന് റിട്ടേൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി എ ആണ്, അതിൻ്റെ റിട്ടേൺ അത് മീൻ റിട്ടേൺസിൽ നിന്ന് എത്ര വേരി ചെയ്യുന്നു. ബി ഉണ്ട്, ബീൻ്റെ റിട്ടേൺ ഉണ്ട്, ഈ റിട്ടേൺ ബീൻ്റെ മീൻ റിട്ടേണിൽ നിന്ന് എത്ര വേരി ചെയ്യണു, അതിൻ്റെ പ്രൊഡക്റ്റാണ് സത്യം പറഞ്ഞാൽ എന്ത് കോവേരിയൻസ് എന്ന് പറഞ്ഞാൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റൈറ്റിംഗ് ദ ഫോർമുല. കോവേരിയൻസിൻ്റെ ഫോർമുല ഞാൻ എഴുതുന്നത്. സോ എഴുതിക്കോളൂ. കാൽക്കുലേഷൻ ഓഫ് പോർട്ട്ഫോളിയോ റിസ്ക്. Calculation of portfolio risk is measured by two statistical measures. One is covariance, other is correlation. First one is covariance. Covariance here, when two or more securities are combined in the portfolio, their variance, the covariance or interactive risk is considered.
Therefore, covariance will help to measure the interactive risk എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. So let me write the formula. Covariance of XY അതായിരിക്കും രണ്ട് സെക്യൂരിറ്റി. ഓക്കെ, സിഗ്മ T equal to 1 to n. ഓക്കെ, ഇനി ഓരോ റിട്ടേണിൻ്റെയും അതിൻ്റെ മീൻ റിട്ടേണിൻ്റെ തമ്മിലുള്ള വേരിയൻസ് അതിൻ്റെ പ്രൊഡക്റ്റാണ് പറയുന്നത്. സോ RX മൈനസ് RX ബാർ, അപ്പോൾ ഒന്നിൻ്റെ ആയി. ഓക്കെ, പിന്നെ RY മൈനസ് RY ബാർ ഡിവൈഡഡ് ബൈ n. അപ്പോൾ വാട്ട് ഈസ് R? R എന്ന് പറഞ്ഞാൽ എന്താണ്? R is return on security X. RX bar എന്ന് പറഞ്ഞാൽ എന്താണ്? Mean return of mean or expected return of security X. RY എന്ന് പറഞ്ഞാൽ എന്താണ്? Return on security Y. And RY bar എന്ന് പറഞ്ഞാൽ എന്താണ്? Mean return of security Y. So this is the first measure. ഇനി ഇത് വെച്ചിട്ട് തന്നെ ഇതിന് ഇൻ്റർപ്രിട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നെക്സ്റ്റ് പറയാൻ പോണേ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കോവേരിയൻസ് ഓഫ് ദി റിസ്ക്. ഓക്കെ, ഇപ്പോൾ രണ്ട് സെക്യൂരിറ്റീസ്, ഇപ്പോൾ ഇഫ് there are two securities, അല്ലെങ്കിൽ there are two securities and the covariance arrived is positive. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻ്റർപ്രിട്ടേഷൻ ആണ് പറയണേ. ഇതിന് റിസൾട്ട് പോസിറ്റീവ് ആണ് കിട്ടിയെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എക്സ് ആൻഡ് സെക്യൂരിറ്റി വൈ, return of security X and security Y will move together. Okay, security X കൂടിയാൽ സെക്യൂരിറ്റി വൈ കൂടും. സെക്യൂരിറ്റി എക്സ് താഴെ പോയാൽ സെക്യൂരിറ്റി വൈയും താഴെ പോകും. ഏത് അളവിലാണെന്നുള്ളതല്ല, അതിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ പറയുന്നത്. ഇത് ഡയറക്ഷൻ മാത്രമാണ് കോവേരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സെക്യൂരിറ്റി എക്സ് കൂടി, അപ്പോൾ സെക്യൂരിറ്റി വൈ കൂടി, സെക്യൂരിറ്റി വൈ കൂടി, എക്സ് കുറഞ്ഞു, സെക്യൂരിറ്റി വൈ കുറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്? ഇത് പ്രശ്നമല്ല, കൂടുന്നത് എല്ലാവർക്കും സന്തോഷമാണ്. ഇതാണ് റിസ്ക് അല്ലേ? റിസ്ക് എന്ന് പറഞ്ഞാൽ കുറയുന്നതാണ് റിസ്ക്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളുടെ എക്സും വൈയും ആണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ രണ്ട് സെക്യൂരിറ്റി പറഞ്ഞാൽ, ഒന്ന് താഴെ പോയാൽ മറ്റൊന്നും കൂടി താഴെ പോയാൽ നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, നമുക്ക് ഫുൾ റിട്ടേൺ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മൂവിങ് ടുഗെദർ ആയിട്ടുള്ള സെക്യൂരിറ്റി വി വിൽ നോട്ട് കൺസിഡർ to be included in the portfolio. Okay, അതാണ് ഫസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ. വെൻ ദ ടു സെക്യൂരിറ്റീസ് covariance is positive, it means the return of both the security move in the same direction, and it is not fair that we include these two securities in our portfolio, because once one security will go down, the other will also go down, and we will, as an investor, will lose the whole whole return. അപ്പോൾ അത് നമ്മളെ എടുക്കാൻ പാടില്ല. What will be the second situation? What will be the second situation? If the covariance is negative, എന്ന് പറഞ്ഞാൽ എന്താ? സെക്യൂരിറ്റി എക്സ്, സെക്യൂരിറ്റി വൈ, ഇത് കൂടി ഇയാൾ കുറഞ്ഞു, ഇത് കുറഞ്ഞു, ഇയാൾ കൂടി. ഓക്കെ, അങ്ങനെയാവുമ്പോൾ വി ആർ സേഫ്. ഇൻവെസ്റ്റർ ഇസ് സേഫ്. ഒന്ന് കൂടിയാൽ എന്താണ്, ഒന്ന് കുറഞ്ഞാൽ എന്താ, മറ്റൊന്ന് നമുക്ക് കൂടിയിട്ട് കാണിച്ചു തരും. സോ ദിസ് ഈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള രണ്ട് സെക്യൂരിറ്റീസ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ താരതമ്യേനെ നമുക്ക് റിസ്ക് കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എലിമിനേറ്റ് മീൻസ് ടോട്ടൽ എലിമിനേഷൻ അല്ല പറയുന്നത്, കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു പരിധി വരെ പറ്റും എന്നുള്ളതാണ് കോവേരിയൻസ് എന്നുള്ള മെഷർ കൊണ്ട് ഇൻട്രാക്റ്റീവ് റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി let us do a problem. Okay.
Okay, let us do a problem. I'll write the problem. നിങ്ങളും നോട്ട് ചെയ്തോളൂ. P and Q are two securities. There are two securities, P and Q. Here 1, 2, 3, 4. Okay. P in the stock. P in the 10, 12, 16, 18. I'll send you the problem. Okay. Q in the 17, 13, 10 and 8. You have to calculate covariance. നിങ്ങൾക്കറിയാം ഈസിയാണ്. എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് കോവേരിയൻസ്? ഓക്കെ, നമുക്ക് എഴുതാം. ഫസ്റ്റ് കോളം ഇയർ 1, 2, 3, 4. ഓക്കെ, ഐ എം സോറി, ആർ പി അല്ലേ, അതല്ലേ പി എന്ന് പറഞ്ഞ സെക്യൂരിറ്റീൻ്റെ റിസ്ക്, സോറി റിട്ടേൺ 10, 12, 16, 18. ഇനി അടുത്തത് എന്ത് കാണണം? ആർ പി മൈനസ് ആർ പി ബാർ. പി എന്ന് പറഞ്ഞാൽ ഇവിടെ പോർട്ട്ഫോളിയോ അല്ല ഉദ്ദേശിക്കുന്നത്, സെക്യൂരിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് ഞാൻ കേട്ടോ. ആ ഫസ്റ്റ് സെക്യൂരിറ്റി ആർ പി മൈനസ് ആർ പി ബാർ. അപ്പോൾ ആർ പി ബാർ എങ്ങനെ കാണാം നമുക്ക്? ആർ പി ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആർ പി ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ചെയ്തോളൂ. ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ബൈ എൻ. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. യു വിൽ ഗെറ്റ് 40. ഓക്കെ, അതേപോലെ ഇവിടെയും കണ്ടുവെച്ചോളൂ. ആർ ക്യൂ ബാർ സിഗ്മ എക്സ് ബൈ എൻ. നല്ല നമുക്ക് ഡീവിയേഷൻ കാണാൻ പറ്റുള്ളൂ. ടോട്ടൽ എടുക്കുക, ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 12. അത് നിങ്ങൾ കണ്ടാൽ മതി. ഞാനിങ്ങനെ അതിന് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഡീവിയേഷൻ കണ്ടോളൂ. 10 ആദ്യത്തെ 14 ആണ് അല്ലേ. 10 minus 4, sorry, 10 minus 14, you will get minus 4. Then you will get 2, then you will get positive 2, and last you will get positive 4. Okay, now RQ 17, 13, 10, 8. അപ്പം RQ minus RQ bar എത്രയാണ് നമ്മൾക്ക് കിട്ടുന്നത്? 17 minus 12, you will get 5. 13 minus 12, you will get 1. 10 minus 12, you will get 2. 8 minus 12, you will get 4. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കാം. എന്താ പ്രൊഡക്റ്റ്? നമ്മുടെ ഫോർമുല എന്തായിരുന്നു? ദിസ് സിഗ്മ, ഇത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എടുത്ത് അതിൻ്റെ സിഗ്മ ഡിവൈഡഡ് ബൈ എൻ. So let us take, ഞാനിവിടെ കോളം 1, 2, 3, 4, 5, 6th column. അപ്പോൾ 6th column will be the product of third column into 5th column. എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നമ്പർ ഇട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതന്നെ ഫുൾ എഴുതണം. വാട്ട് ഈസ് ദിസ്? ആർ പി മൈനസ് ആർ പി ബാർ ഇൻറ്റു ആർ ക്യൂ മൈനസ് ആർ ക്യൂ ബാർ. ഓക്കെ, ദെൻ മൈനസ് 4 ഇൻറ്റു 5. You will get minus 20. Then minus 2 into 1, minus 2. 2 into 2, minus 4. 4 into minus 4, minus 16. So you will get minus 42. Okay, you will get minus 42. So covariance of xy, I am rubbing this continuation. Covariance of PQ അല്ലേ, ഇവിടെ PQ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 42 ഡിവൈഡഡ് ബൈ 4. n 4 ആണല്ലോ, അപ്പോൾ 10.5. സോ നെഗറ്റീവാണ് കിട്ടിയത്. അതുകൊണ്ട് ഇവിടെ രണ്ട് സെക്യൂരിറ്റീസും നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ഡയറക്ഷനിലേക്ക് പോയാൽ മറ്റൊന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോവുക. സോ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ഇൻക്ലൂഡ് ദീസ് സെക്യൂരിറ്റീസ് ഇൻ യുവർ പോർട്ട്ഫോളിയോ. അതാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. നൗ ദർ ഈസ് സ്റ്റിൽ അനദർ മെഷർ, കോറിലേഷൻ. ഇതിൻ്റെ കൂടെ തന്നെ പറയാൻ ഈസി ആയിട്ടുള്ള മെഷറാണ് കോറിലേഷൻ എന്ന് പറഞ്ഞതും. So correlation. അപ്പോൾ
കോവേരിയൻസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മെഷറാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ അബ്സല്യൂട്ട് മെഷറാണ്. നമ്മൾ എഴുതുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ മൈനസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല പൊതുവെ. പക്ഷെ അൾട്ടിമേറ്റ് റിസൾട്ട് നെഗറ്റീവ് ആണ് എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. സോ ഇറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട് മെഷർ, ബട്ട് കോറിലേഷൻ ഇറ്റ് ആക്ച്വലി ഇറ്റ് ഓൾസോ കൺസിഡർ, മറ്റത് റിട്ടേൺ മാത്രമാണല്ലോ കോവേരിയൻസിൽ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ കൺസിഡേഴ്സ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദിസ് സെക്യൂരിറ്റീസ്, considers standard deviation of these securities and is known as a standardized measure. Standardized measure. ഓർത്ത് വയ്ക്കാൻ ഈസിയാണ്. കോറിലേഷനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പറയുക? ആർ അല്ലേ? നമ്മൾ RXY ഫോർമുല എഴുതിക്കോളൂ. കോവേരിയൻസ് ഓഫ് XY, അതായത് നമുക്കിവിടെ കിട്ടിയത് കോവേരിയൻസ് ഓഫ് XY divided by sigma x into sigma y. Sigma x into sigma y. So I will just mention, നമുക്ക് ഒരു കാര്യം ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും കൂടി കണ്ടിട്ട് ഈ കോവേരിയൻസ് ന്യൂമറേറ്റർ ആയിട്ട് എടുത്തിട്ട് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അത് ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോറിലേഷൻ്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.